ഒരു തിരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുകയാണ്. അതിനായി നമ്മുടെ പള്ളിക്കുന്ന് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാരനുമായ അഡ്വക്കേറ്റ് CP മുസ്തഫക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തെത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള സർക്കാർ ഈ 10 വർഷം കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, അത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്നലെയും ഇന്നുമായി പലരുടെയും പ്രഭാഷണങ്ങളും കേട്ടിരിക്കുന്നവരാണ്. പക്ഷെ അവർക്കൊന്നും തന്നെ കേരള സർക്കാരിന്റെ പോരായ്മകളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ വികസന കാര്യങ്ങളെ കുറിച്ചിട്ടോ ചർച്ച ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. പിണറായി ഭരണം അവസാനിപ്പിക്കണമെന്ന് അവർ പറയുമ്പോൾ തിരിച്ച് നമ്മൾ അവരോട് ഒരു കാര്യം ചോദിക്കുകയുണ്ട്, എന്തുകൊണ്ട് നമ്മൾ പിണറായി സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കേണ്ടത്? എന്നാൽ അവർക്ക് അതിനൊന്നും തന്നെ മറുപടിയില്ലാതെ തൊട്ടാൽ മുടക്കാത്ത ഒരുപാട് നുണകൾ സർക്കാരിന്റെ മേലെ അടിച്ചേൽപ്പിക്കുകയുണ്ടായത്. എന്നിരുന്നാൽ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലെ വയോധിക ജനങ്ങൾക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിരുന്നു പെൻഷൻ കൊടുത്തിരുന്നത്. ആ 600 രൂപ തന്നെ 18 മാസം മുടക്കിയ ഒരു സർക്കാരിന്റെ പേരാണ് UDF സർക്കാർ. അത് പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1200-ൽ നിന്ന് 2000-ലേക്ക് അധികരിച്ചപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ഞങ്ങളുടെ നേരെ പഴിചാരാനുള്ള ഒരു അടവാണ്, ഇത് കൊടുക്കാനുള്ളതല്ല. അതെല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ കേട്ടൊരു വാക്കാണ്. ഈ 2000 പോലും അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് തുടർഭരണം വീണ്ടും വരുമെന്ന ആവലാതി അവർക്ക് അവിടെ വന്നപ്പോൾ അവർ വീണ്ടും ഒരു കാര്യം എടുത്തിട്ട് ഞങ്ങൾ പെൻഷൻ 3000 ആക്കി കൊടുക്കുന്നു. എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഈ വോട്ടർമാർക്ക് ഈ 600 രൂപ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത അവർ എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് 3000 പെൻഷൻ എടുത്തിടുന്നത്? ആ 600 രൂപ പെൻഷൻ പോലും മാസം നിലക്ക് തരാൻ കഴിയാത്ത ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. 18 മാസത്തെ പെൻഷൻ മുടക്കി ജനങ്ങളുടെ പണം അവിടെ ബന്ധവസ്ഥനാക്കി വെച്ചിട്ടുള്ള ആ ആളുകൾ നമ്മളോട് പറയും, ഞങ്ങൾ 3000 പെൻഷനാക്കും. ഈ 3000 പെൻഷൻ കിട്ടുന്ന ഉറപ്പുള്ള എത്ര പേരോടുണ്ട്? എന്നാൽ അതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്നുള്ളത് നിങ്ങളും ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത്, ഞങ്ങളുടെ KSRTC സ്ത്രീകൾക്ക് സൗജന്യമായി നൽകപ്പെടുന്നത്. എന്നാൽ നമുക്ക് തിരിച്ചവരോട് ചോദിക്കാനുള്ളത്, ഒരു തമാശ ലെവലിൽ ഇവിടെയുള്ള ആളുകൾക്ക് ചോദിക്കാം, നമ്മുടെ ഈ ഭാഗത്ത് ഏത് KSRTC-യാണ് ഓടുന്നത്? ഒരു KSRTC നമ്മുടെ പ്രദേശത്ത് ഓടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു MLA-ക്ക് ഒരു KSRTC നമ്മുടെ ഇതിലേക്കൂടെ ഓടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആ MLA ഇവിടെ ഒരു KSRTC കൊണ്ടുവന്ന ആ KSRTC നമ്മളെ റോഡുകളിലൂടെ ഓടുമ്പോഴല്ലേ ഈ സ്ത്രീകൾക്ക് അതിലൂടെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ തിരുവനന്തപുരത്ത് ഓടുന്ന KSRTC-ക്ക് നമ്മൾ ഈ അയൽ പ്രദേശത്തുള്ള പെണ്ണുങ്ങൾക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ജനങ്ങളെ എങ്ങനെയൊക്കെ പറ്റിക്കാമെന്നുള്ള ഒരു കോട്ടകൾ തന്നെ ഈ UDF-ന്റെ ഭരണങ്ങൾ തീർക്കുമ്പോൾ അതിനെ പ്രതികരിക്കാനുള്ള കോട്ടകൾ ഞങ്ങൾ തന്നെ തീർക്കാമെന്നുള്ള ഒരു ധാരണ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാഹചര്യം ഉണ്ടാവും. സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സർക്കാരിന്റെ പേരാണ് പിണറായി സർക്കാർ. അവർ വീട്ടിൽ പണിയെടുക്കുന്നതിന് അവർക്കും വേണം പെൻഷൻ. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും കണ്ട ആളുകളാണ്. നമ്മളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഈ ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ അതിന് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു കോലാഹലങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ അംഗൻവാടിയുടെ ഇടയിലൂടെ ഒരു മനുഷ്യൻ ഒരു കുറ്റിക്കേവനുമായിട്ട് ഒരു കേവനം പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സാധനം വരാൻ പോണില്ല. പല ലീഗിന്റെ ആളുകളും UDF-ന്റെ ആളുകളും കോൺഗ്രസിന്റെ ആളുകളും പറഞ്ഞൊരു വാക്കാണ്, പെണ്ണുങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞത് കേട്ടതാണ്, അങ്ങനെ ഒരു സാധനം വരാൻ പോണില്ല, അതവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന്. എന്നാൽ അവർ വിജയിച്ചു വന്നതിന് ശേഷം
അവര് വിജയിച്ചു, അവർ ഭരണസമിതിയിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ കണ്ടത് അതേ കുറ്റിക്കേബൻ എടുത്തിട്ട് അതിന്റെ ഗ്യാപ്പിലൂടെ തന്നെ വന്നിട്ട് പറയാണ് ഇത്താത്ത ഇങ്ങനത്തെ ഫോം കിട്ടിയോ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാല് അവര് തന്നെ എല്ലാം മുടക്കിക്കൊണ്ട് അവർ വരൂല എന്ന് പറഞ്ഞ അവരെ നാവ് കൊണ്ട് തന്നെ പിണറായി സർക്കാർ വരുത്തും എന്ന് പറഞ്ഞ പിണറായി തന്നെയല്ലേ ഹീറോ. കേരളത്തിൽ ഇക്കാലം അത്രയും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 5 ലക്ഷം 5.5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്ത ഒരു സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 10 വർഷം ഭരിച്ചപ്പോൾ ഇവിടെ കൊടുത്തതാണ് 5 ലക്ഷം വീട്. അത് പള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ ഭരണസമിതിയുള്ള കാലത്ത് നമ്മൾ 500-ൽ പരം വീട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തു. 500-ൽ പരം വീട്. എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 വർഷം അവർ ഭരിച്ചപ്പോൾ വെറും 4000 വീട് മാത്രമാണ് കൊടുത്തത്. രേഖ ഉണ്ടല്ലോ, പരിശോധിക്കാലോ. നമ്മള് ഒരു മൈക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് സർക്കാരിന്റെ മേലെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നതാണ് എന്തൊക്കെ അവിടെ നടന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ അറിയുന്നതാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി, ആ പെൻഷന് ഇവിടെ കൊടുക്കുന്നത് അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. ഈ 10 വർഷം പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? 600 രൂപ പെൻഷൻ മുടക്കിയ അവര് ഇവിടെ വന്നിട്ട് പറഞ്ഞത് സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നാണ്. എന്നാൽ 2000 രൂപ പെൻഷൻ ആക്കിയിട്ട് പോലും ആ ഒരു മാസത്തിൽ ഒരു ആഘോഷം വരാണ്, വിഷു വരാണ്, അതല്ലെങ്കിൽ ഓണം വരാണ്, അല്ലെങ്കിൽ പെരുന്നാൾ വരാണ്. 2 മാസത്തെ അധികരിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ 2 മാസത്തേക്ക് കൊടുക്കാനും കേരള സർക്കാരിന് യാതൊരു മടിയുണ്ടായിട്ടില്ല. എന്നാൽ വാദോരാതെ പ്രസംഗിക്കുന്ന ലീഗിന്റെ പ്രതിനിധികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ സർക്കാർ ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞത്. അനുഭവിക്കുന്നവരോട് തന്നെ പോയിട്ട് പറയാണ് ജനങ്ങളെ പറ്റിച്ചു. ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണെന്നുള്ളത് നമുക്കറിയാം. വയനാട് ചൂരൽമല പ്രദേശത്ത് ദുരിതബാധിതർക്കുള്ള വീട് കൊടുക്കാൻ ഞങ്ങൾ ചെയ്തത് ചെയ്തു തന്നെ പറയട്ടോ. ലീഗ് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യം ലീഗ് കൊടുത്തിട്ടുണ്ട്, ചെയ്തത് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. നല്ലതിന് നല്ലതെന്ന് പറയും. ലീഗ് വീട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാര് അവർ പിരിച്ച ഫണ്ട് എവിടെ? ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ? അപ്പൊ അവര് ഞങ്ങളോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർ പിരിച്ച ഫണ്ട് എവിടെ? ഡിവൈഎഫ്ഐ ഫണ്ട് പിരിച്ചിട്ടില്ല കേട്ടോ. ഡിവൈഎഫ്ഐ ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപ പോലും പിരിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഡിവൈഎഫ്ഐക്കാർ വീട് വീടാന്തരം കയറി ആക്രി പിറക്കിയും പത്രക്കെട്ട് പിറക്കിയും വിറ്റിട്ട് അത് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങൾ 20 കോടി പിരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്തു. CMDR ഫണ്ടിലേക്ക് ഞങ്ങൾ കൊടുത്തു 20 കോടി രൂപ. വെറും 30 വീട് മാത്രം വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ കൊടുത്തത് 100 വീടിനുള്ള പൈസയാണ്. തെളിവുണ്ടല്ലോ, ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൊടുത്തതല്ലേ. എന്നാൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇതേ വാഹനത്തിൽ ഇവിടെ വന്നുകൊണ്ട് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ ഫണ്ട് എന്ത് ചെയ്തു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDF-ന്റെ ഒരു യുവജന സംഘടനയായിട്ടുള്ള DYFI കൊടുത്തത് 100 വീടാണെങ്കിൽ അവർക്ക് 20 കോടി പിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിനും മൂത്ത കോൺഗ്രസിനും എത്ര രൂപ കിട്ടിക്കാണും? അവര് പറയുന്നത് ഞങ്ങൾക്ക് 5 കോടി കിട്ടിയിട്ടുള്ളൂ. ആ 5 കോടി എന്ത് ചെയ്തു എന്ന് വെച്ചപ്പോ ഞങ്ങളത് സ്ഥലം എടുത്തു, അതിനുള്ള ഒരു ആപ്പ് ഉണ്ടാക്കിയതിനു പൈസ പിരിക്കാൻ. ആ ആപ്പിനും കൂടിയിട്ട് അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞു. ഇതല്ല കഥ. ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു യുവജന സംഘടന 20 കോടി പിരിച്ചിട്ടുണ്ടെങ്കിൽ 500-ൽ പരം കോടി രൂപ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് വരും. അന്ന് VD സതീശൻ പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ എന്തിനാ അത് തിരക്കുന്നത്? നിങ്ങൾ പോയി നോക്ക്. ഞങ്ങൾ സ്ഥലം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ തറക്കല്ലിട്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് വരുന്നത് പോലെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു തറക്കല്ലിട്ടിട്ട് അവരങ്ങോട്ട് പോയി. ഡിവൈഎഫ്ഐക്കാരെ വെള്ളി വിളിച്ചിട്ട് അവർ പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് പോയി നോക്ക്, അവിടെ കാണാം വീട്. സഖാവ് വസീഫിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐക്കാർ അവിടെ പോയപ്പോ 2 പട്ടിയുണ്ട്, 3 പൂച്ചയുണ്ട്, ഒരാളെയും കാണാനില്ല. ഇത് പറഞ്ഞപ്പോ പറയാണ് ഞങ്ങളെ ഫണ്ട് ഞങ്ങളതിൽ തന്നെ ഉണ്ട്, ഞങ്ങളെ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. ഇലക്ഷൻ അഫിഡവിറ്റ് വന്നപ്പോ അതിൽ നോക്കിയപ്പോ അങ്ങനെ ഒരു അക്കൗണ്ടും ഇല്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ഈ കോൺഗ്രസിന്റെ കയ്യിലില്ല.
അപ്പൊ അവസാനം അവരൊരു പൊട്ടനായി എടുത്തുകൊണ്ട് ഒരു ചെറിയൊരു പേപ്പർ കടലാസിൽ എടുത്തിട്ട് സണ്ണി ജോസഫ് വന്നിട്ട് പറയാ, ഞങ്ങളെ മുതൽ ഒരു 9 കോടി ഉറുപ്പുണ്ട്, അതിൽ 6 കോടി ഞങ്ങൾ സ്ഥലം വാങ്ങി, ബാക്കിയുള്ളത് ഞങ്ങൾ ആപ്പ് വാങ്ങി. നിങ്ങളൊരു കാര്യം എന്താ, മോളെ കല്യാണം ഉറപ്പിച്ചിട്ട് കത്തും അടിച്ച് പന്തലൂട്ട് ഇനി പൈസ അല്ല മോളെ കല്യാണം നടത്താനെന്ന് പറഞ്ഞ ഗതികേടായിപ്പോയി. ഇനി ഈ പറ്റിച്ച പാവങ്ങളുടെ വീട് എങ്ങനെ കൊടുക്കും? ഈ ജനങ്ങൾക്ക് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള വീടുകൾ മൊത്തം അവിടെ പണി നടക്കുന്നുണ്ട്. 115ഓളം വീടുകൾ അവിടെ അവർക്ക് താക്കോൽ കൈമാറിയിട്ടുണ്ട്. എന്നാൽ ലീഗിന്റെ ആളുകൾ വീട് കൊടുത്തിട്ടുമുണ്ട്, ഞങ്ങൾ എതിര് പറയുന്നില്ല. എന്നാൽ നാളെ ഭരണം പിടിക്കാനായിട്ട് നടക്കുന്ന ഈ വി ഡി സതീശനെ പോലുള്ള ആളുകളെ എന്ത് വിശ്വസിച്ചിട്ടാണ് നാളെ ഭരണം കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടോ? ഈ 10 വർഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ നിൽക്കുന്ന കുട്ടികളോട് 10 വയസ്സായ ഒരു കുട്ടികളോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് പവർ കട്ട് എന്താന്നുള്ളത് അറിയോ? നമ്മൾ മുമ്പേ കണ്ടതല്ലേ, 1 മണിക്കൂർ 2 മണിക്കൂർ പവർ കട്ടായിട്ട് നമ്മൾ മെഴുതിരിന്റെ അടുത്തോട്ട് ഓടും. മെഴുകുതിരി കത്തിക്കാനായിട്ട് ഓടിയ നമുക്ക് ഇന്ന് ആ പവർ കട്ട് എന്താണെന്ന് അറിയില്ല. വീട്ടിലിരിക്കുന്ന ഇൻവേർട്ടർ പോലും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വീട്ടിലിരിക്കുന്ന ഇൻവേർട്ടർ പോലും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ആദ്യം പഠിക്കുക വേണം. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിൽ ഈ തീരദേശ റോഡ് ഉൾപ്പെടെയുള്ള വള്ളിക്കുന്ന് മണ്ഡലത്തില് ആകെ 3.5 കിലോമീറ്റർ ആണ് തീരദേശ റോഡുള്ളത്. ഈ താനൂരിൽ നിന്നുള്ള റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാൾക്ക് ഉറങ്ങും ചെയ്യാം, മറ്റൊരാൾക്കവിടെ തൊട്ടിലും കെട്ടാം.